നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2022 മാർച്ച് 31 അപ്പം അതിനുശേഷം ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 2022 ജൂൺ 30 വരെയാക്കി. അപ്പം അന്നേരം അവർ 500 രൂപയായിരുന്നു ഫീസ് ഈടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 31 മാർച്ച് 2023 വരെയാക്കി. അപ്പം ഈ ഒരു സമയത്ത് 1000 രൂപയാണ് ഫീസ് ഈടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ഒരു മാർച്ച് 31 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഫൈൻ, ഒരു പെനാൽറ്റി ഇതിലും കൂടി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധാറും പാൻ കാർഡും തീർച്ചയായിട്ടും ലിങ്ക് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങളത് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലിങ്ക് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുടെയും അതുപോലെ തന്നെ ബാക്കി റിലേറ്റീവ്സിൻ്റെയും കൂട്ടുകാരോടും എല്ലാവരോടും ഈ കാര്യം പറയാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് എങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിപ്പിക്കും. അതിനുശേഷം നമുക്ക് എങ്ങനെ അനായാസമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും എന്നും കാണിച്ചു തരും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് ഫില്ലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരുമ്പോഴത്തേന് ഹോം പേജിൽ തന്നെ നമുക്കിവിടെ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡ് നമ്പറും അടിച്ചു കൊടുത്തതിന് ശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ എൻ്റെ യുവർ പാൻ കാർഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ആധാർ നമ്പർ. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ആധാറും പാൻ കാർഡ് നമ്പറും തമ്മിൽ ലിങ്കാണ്. ഇൻ കേസ് ഇങ്ങനെയല്ല, നോട്ട് ലിങ്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇനി ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക, വീണ്ടും ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ ലിങ്ക് ആധാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവരിവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് ഈ ഒരു മാർച്ച് 31, 2023 ആയി കഴിഞ്ഞപ്പോഴത്തേനും അവർ 1000 രൂപയാണ് ഇപ്പം ഈടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 1000 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് NRIസും അതുപോലെ തന്നെ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഏജ് 80 മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ ആസാം, മേഘാലയ, ജമ്മു ആൻഡ് കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ട, ബാക്കി എല്ലാവരും ഈ ഒരു 1000 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ താഴെ വാലിഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടിന്യൂ ടു പേ ത്രൂ പേ ടാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമ്മളോട് പാൻ കാർഡ് നമ്പറും എൻട്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡ് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെയിം പാൻ കാർഡ് നമ്പർ ഒന്നും കൂടെ എൻട്രി ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം മൊബൈൽ നമ്പറും കൂടെ എൻട്രി ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുന്ന സമയം ആധാർ കാർഡും ആയിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പം അതിനുശേഷം വീണ്ടും മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി വെരിഫൈഡ് ത്രൂ മൊബൈൽ OTP. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മൊബൈൽ OTP വഴി നമ്മളത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ പേയ്മെൻറ്റിന് പോവുകയാണ്. അപ്പം ആദ്യം തന്നെ അടുത്ത പേജിൽ നമുക്ക് 3 ഓപ്ഷൻസാണ് വരുന്നത്. അപ്പം ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് വരരുത്. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇൻകം ടാക്സ് എന്നതിൻ്റെ അകത്ത് പ്രൊസീഡ് എന്നതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അടുത്ത പേജിൽ നമുക്ക് ന്യൂ പേയ്മെൻറ്റ് എന്ന സെക്ഷൻ്റെ അകത്ത് 2 കാര്യങ്ങൾ ചോദിക്കും. ഒന്നാമത് അസസ്മെൻറ്റ് ഇയർ, അവിടെ നമ്മൾ 2023, 24 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ താഴെ ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് മൈനർ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ അതർ റെസിപ്റ്റ് 500 എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 2 കാര്യങ്ങളും തെറ്റാതെ തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പം നിങ്ങളുടെ എമൗണ്ട്സൊക്കെ കാണിക്കും. ലാസ്റ്റ് ഇത് കണ്ടോ, ഇവിടെ 1000 റുപ്പീസാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ പേയ്മെൻറ്റ്, അപ്പോൾ നമുക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും പേയ്മെൻറ്റ് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ 1000 രൂപ അടയ്ക്കുക. അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ATM കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും ഒക്കെ ഉപയോഗിച്ച് ആഡ് ചെയ്ത് നിങ്ങളുടെ OTP കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതായിരിക്കും, പിൻ നമ്പർ ഉപയോഗിച്ച്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പം വീണ്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക, ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിലേക്ക് വരിക. അതിനുശേഷം വീണ്ടും പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും വീണ്ടും എൻട്രി ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടിന്യൂ എന്നതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നെയിം ആസ് പെർ ആധാർ എന്ന് പറയുന്നുണ്ട്, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണോ ആധാർ കാർഡിലെ നിങ്ങളുടെ പേര് അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക, മൊബൈൽ നമ്പറും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 എഗ്രിമെൻറ്റും ഒന്ന് ടിക്ക് മാർക്ക് സൈൻ ചെയ്ത് കൊടുത്ത് ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. വാലിഡേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് ഫോർ ആധാർ പാൻ ലിങ്കിങ് ഹാസ് ബീൻ സെൻഡ് ടു UIDAI ഫോർ വാലിഡേഷൻ. പ്ലീസ് ചെക്ക് ദ സ്റ്റാറ്റസ് ലേറ്റർ ബൈ യൂസിങ് ലിങ്ക് ആധാർ സ്റ്റാർട്ടഡ് ലിങ്ക് ഓൺ ഹോം പേജ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് UIDAIയിലേക്ക് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇത് നമ്മുടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്, ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ, ഒന്നല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹോം പേജിലേക്ക് വന്നിട്ട് ഇവിടെ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കാം. പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും അടിച്ചു കൊടുത്ത് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഇതാണ് കംപ്ലീറ്റ് പ്രൊസീജിയർ. ആദ്യമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക, തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാൻ നോക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.